ഓ പ്രസിഡന്റ്, ഞാൻ ചെയ്യാം പ്രസിഡന്റ്, അങ്ങനെ തന്നെ ചെയ്യാം. ഓ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താടോ ഇവിടെ വന്ന് ആലോചിക്കുന്നത്? ഏയ് പാർട്ടിയുടെ പ്രസിഡന്റ് വിളിച്ചിട്ടേ പാർട്ടിയുടെ പോക്ക് വളരെ മോശമാണ്, ഇങ്ങനെയൊന്നും പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ. നീ നന്നാവണമെങ്കിലേ ആദ്യം ഈ 4-3 ഏഴാളുള്ള പാർട്ടി വിടുക, എന്നിട്ട് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ ചേരുക. കൊള്ളാം, ഭയങ്കര ഉപദേശമായിപ്പോയി. വേറെ പാർട്ടി ചേരാൻ പോലും. ഒന്നാമത് മറ്റു പാർട്ടിയിലുള്ള എല്ലാ അധികാരമോഹികളാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ എനിക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ്. ഞാൻ ഉണ്ടാക്കിയ പാർട്ടി, ഞാൻ തീരുമാനിച്ച പിന്നെ നേതാക്കൾ, പിന്നെ എന്ത് ചെയ്യണം എന്ത് നടക്കണമെന്നെല്ലാം ഞാൻ തീരുമാനിക്കുന്ന കാര്യമാണ്. പ്രസിഡന്റിനെ പോലും ഞാൻ നിയോഗിച്ചേക്കുന്ന ആളാണ്. നിങ്ങൾ നേതാക്കന്മാർ മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? പാർട്ടി ശക്തിപ്പെടണമെങ്കിൽ അണികളുണ്ടാവണം. അണികളൊക്കെ ഉണ്ടെന്നേ, ഒന്നും ഇവിടെ അണികളുണ്ട്, ആവശ്യത്തിനൊക്കെ ഉണ്ട്. എടാ ഈ ജനങ്ങളുടെ ഇടയിൽ പാർട്ടിയുടെ സ്വാധീനം ഉണ്ടാവണമെങ്കിലേ പത്രത്തിലും ടി വിയിലൊക്കെ വരണം. അടിക്കടി പിക്കറ്റിങ് നടത്തുക, സമരം നടത്തുക, അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കണം. കഴിഞ്ഞ ആഴ്ച സെക്രട്ടേറിയറ്റിന് ഇടയിൽ ഒരു ജാഥയായിട്ടൊക്കെ ചെന്നതാ. അപ്പോഴേക്കാണ് കാക്കിയിട്ടുണ്ടൊരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്ന്, അയാളെ കണ്ടപ്പോൾ എല്ലാവരും ഓടി. കാക്കി കണ്ടാൽ പേടിയാണ് എല്ലാവരും. ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുമ്പോഴേ അടിയും പിടിയൊക്കെ കൊള്ളാൻ തേയിലുള്ള തൻ്റെ അണികൾ വേണം. പിന്നെ പോലീസുകാർക്ക് നമ്മളെ കണ്ട കയ്യോങ്ങാൻ പേടിക്കണം. അതിനെന്ത് ചെയ്യണം? ഭരണത്തിൽ സ്വാധീനം ഉണ്ടാവണം, ഒരു MLA എങ്കിലും ഉണ്ടാവണം. അതിനാ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ വേണമെന്ന് പറയണത്. ആൾക്കാരെ തപ്പാനുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അതിൻ്റെ ഒരു പദ്ധതികളെ ആലോചിക്കുകയാണ്. എടാ അതെന്തത്ര ആലോചിക്കാനുള്ളത്? ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളിലേക്കാണ് ഇറങ്ങി പുറപ്പെടുക. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ പലർക്കും ചികിത്സയ്ക്കായി സഹായ പദ്ധതികളൊക്കെ ഞങ്ങൾ ആവിഷ്കരിച്ച് എത്രയോ പരിപാടി നടത്തി. അതുണ്ട്, പണമൊക്കെ പിരിച്ചുണ്ടാക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ അത് രോഗികൾക്ക് എത്തണില്ലല്ലോ, നിങ്ങളുടെ കീശയിലല്ലേ എത്തുന്നത്. അങ്ങനെയൊന്നുമില്ല, കുറച്ചൊക്കെ കൊടുക്കും. അത് പറ്റില്ല. ഞാൻ പറയുകയാണെങ്കിലേ ഇപ്പോൾ നിങ്ങൾ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം, അത് ചെയ്യാൻ പറ്റും. എന്താണ് അവൻ പറ? ഇന്നത്തെ നാടിൻ്റെ പോക്ക് മഹാപോക്കാണ്. പ്രകൃതി സംരക്ഷണം, പരിസ്ഥിതിക്ക് വേണ്ടിയിട്ട് പാർട്ടി അണികളായിട്ട് അങ്ങോട്ട് ഇറങ്ങുക, എന്നിട്ട് നമ്മുടെ രാജ്യത്തെ അങ്ങോട്ട് സംരക്ഷിക്കുക. എന്താ? കൊള്ളാം. അത് കൊള്ളാം. അപ്പം അതിനെന്താ വേണ്ടിച്ചൊക്കെ അങ്ങോട്ട് ചെയ്യുക. ഞാൻ അതിന് വേണ്ട ഏർപ്പാടുകൾ ഇപ്പോഴേ ചെയ്യാം. അഴുക്ക് പിടിച്ച് കിടക്കുന്ന പുഴകളോ കുളങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നേരാക്കുക, കിണറുകൾ നേരാക്കുക, പൊന്ത പിടിച്ച് കിടക്കുന്ന സ്ഥലമൊക്കെ വെട്ടിമാറ്റുക, നല്ല പഴയ കാലത്തെ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പ്രസിഡന്റ്, പാർട്ടി ശക്തിപ്പെടുത്താനുള്ള പുതിയൊരു പദ്ധതി ആയി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് നേരിൽ കാണുമ്പോൾ ഞാനത് പറയാം. ഓക്കെ ഓക്കെ. സർവീസിനെടുത്താൽ 350 രൂപ. എന്നാൽ നേരെ പണി ചെയ്യോ? അതുമില്ല. എവിടെ പോണേ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എവിടെ പോണത്? പ്രോഗ്രാം കാണാൻ പോവാണ്. ഇന്നെന്തെന്ന് പരിപാടി കാണാം? ഇന്നെന്തെന്ന് പരിപാടി? എവിടെ? സെക്രട്ടറി. എന്തിനാണ്? എന്ത് കാര്യം? കാര്യം അറിഞ്ഞൂടല്ലോ. നിനക്ക് അറിഞ്ഞൂടോ? നിന്റെ മറ്റേ പ്രമുഖനെ അറിഞ്ഞൂടല്ലോ, കാര്യങ്ങളൊന്നും അറിഞ്ഞൂടല്ലോ. ധർണ പോവാ. അതിരിക്കട്ടെ, എന്തിനടാ അവിടെ പോയി വെയിലും കൊണ്ട് ഇങ്ങനെ കരുവാളിച്ചിരിക്കുന്നത്? ഞാനേ നിനക്ക് പഞ്ചായത്തിലൊരു ജോലി വാങ്ങിച്ചു തരാം. ചെയ്യോ? എനിക്ക് പ്രധാനമന്ത്രി. അല്ല, മൊത്തത്തിൽ ഈ പോക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നീ പ്രധാനമന്ത്രിയാവും. നിന്റെ മറ്റേ ഉണ്ടല്ലോ പ്രമുഖൻ, അവൻ പ്രസിഡന്റും ആവും. നീ എന്നെ കാണാൻ നീ ഇവിടെ തങ്ങളെ അങ്ങോട്ട് വന്നൂടെ? ഹലോ സുഹൃത്തെ, അതെ, ഞങ്ങളുടെ പാർട്ടിയിലെ അണികളെ അങ്ങോട്ട് വിളിച്ച് വോട്ട് മറിക്കാനായിട്ട് നിങ്ങൾ ഈ ക്യാൻവാസ് ചെയ്യണ ഒരു പരിപാടി ഉണ്ടല്ലോ, അത്ര നല്ല കാര്യമല്ല കേട്ടാ. മനസ്സിലായില്ല? അല്ല, ഇപ്പൊ പറഞ്ഞ വോട്ട് മറിയൽ മനസ്സിലായില്ല. എങ്ങനെയാണ്? വോട്ട് മറിക്കൽ എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടാ അല്ലേ? നിന്റെ പാർട്ടിക്ക് അറിഞ്ഞൂടാ? നിങ്ങൾ എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചേ? അറിഞ്ഞൂടാ. നിന്റെ പാർട്ടിക്ക് മൊത്തം എത്ര വോട്ടുണ്ടാ? എത്ര വോട്ടോ? ആകെപ്പാടുള്ള 3 വോട്ട്. പിന്നെ നിന്റെ പാർട്ടിക്കാരുടെ കാര്യം, നീയാണ് ഇനി ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ പോലും ഒരു 2000 രൂപ തന്നാ നീ മാറ്റി മറ്റവന് കുത്തിട്ട് പോണ മോനാണ് നീ. നിന്റെയൊക്കെ അല്ലേ ആള്? നമുക്കേ അടുത്തൊരു ഇലക്ഷൻ വരുമല്ലോ, അപ്പം നമുക്ക് കാണാം. പിന്നെ നീ തകർത്തോ ഏറി വന്ന 7 ദിവസം. അത് കഴിഞ്ഞ നടരാജ, ഇത് നമ്മുടെ പാർട്ടി ഓഫീസ്. പിന്നെ പാർട്ടി ഓഫീസിന്റെ മുഴുവൻ ചുമതലയും നിനക്കാണ്. നമുക്ക് കാണിച്ചു കൊടുക്കാടാ. നീ കാണിച്ചു മതി, നമുക്ക് കാണാടാ. നീ വാ രാവിലെ കൂടാ. ആരെ ചൊറിയിട്ടെന്ന് പറഞ്ഞു പ്രധാനമന്ത്രി. അതെ, അഴകേശൻ അമ്മാവനെ പോലെ ഇച്ചിരി കാര്യഗൗരവമുള്ള ഒരാൾ നമ്മുടെ പാർട്ടിയിൽ വേണം. എന്നാലേ ഇതുപോലുള്ള ബുദ്ധികൾ പറഞ്ഞു തരുവേ. സംഭവം ശരിയാ, നല്ല ഐഡിയ. അതെ, നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ടുള്ള ഈ പരിസ്ഥിതി ദിനാഘോഷം 1 മാസം ഗംഭീരമായിട്ട് കൊണ്ടാടണം.
അല്ല അതിന്റെ പേര് നമുക്ക് ഒരു മാസം ഗംഭീരമായിട്ട് ബക്കറ്റ് വിരിവ് നടത്താം. അത് നടത്താം. നേതാവേ, ഓ നമുക്ക് ഒരു വർഷമാക്കിയിട്ട് നമുക്ക് കേരളത്തിലെ ജില്ല മൊത്തം പിരിച്ചാലോ? ഓ ഭയങ്കര ഐഡിയ ആണ്. ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസമേ 12 മാസം. കേരളത്തിൽ 14 ജില്ലയുണ്ട്. 14 ജില്ല. എങ്ങനെ പിരിക്കും? 10 മാസം 10 ജില്ലയും പിന്നെ 2 മാസം 4 ജില്ലയും. എന്റെ നടരാജാ, നീ ഒരു സംഭവം തന്നെ. മര്യാദക്ക് നീ ഇവിടെ ഞങ്ങൾ പിരിക്കുമ്പോ ഇതിന്റെ കൂടെ വന്നാ മതി കേട്ടാ. അൻസറേ, നമുക്ക് ഈ നടാനുള്ള തൈകൾ എവിടെ നിന്ന് സംഘടിപ്പിക്കും? അല്ലെ ഈ തൈകൾ വാങ്ങിക്കാൻ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് ഇതിന്. ഇവിടെ ആര് വാങ്ങണ്? ആദ്യം നമുക്ക് നമ്മുടെ പരിസരത്ത് നിന്ന് ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് തൈകൾ അവിടെ ഇവിടെ നിന്നൊക്കെ ഒപ്പിക്കണം. അത് നമുക്ക് ഒപ്പിക്കാം. നല്ല ഇനം വേണം. അത് ഏതാണ്? അതിപ്പോ നമുക്ക് അക്കേഷ്യ പിടിക്കാം. പിന്നെ ഈ വാഗമരം ഉണ്ടല്ലോ, ഈ റോഡിന്റെ നടുക്കൊക്കെ ഈ സൈഡിലൊക്കെ നട്ടിരിക്കുന്ന അത്, ആഞ്ഞില്, പുളി, ഇതൊക്കെ പറ്റിയ സാധനം. മാവും കുഴപ്പമില്ല. മാവും കിട്ടും. മാവൊക്കെ നമുക്ക് കിട്ടുന്ന തൈകളെ അത് കിട്ടും. അത് നമുക്ക് സംഘടിപ്പിക്കാം. അത് നമുക്ക് ഈ പരിസരത്ത് നിന്നൊക്കെ നമുക്ക് ഒപ്പിക്കാവുന്നേ ഉള്ളൂ. വേറെ നമുക്ക് ഞാൻ തേക്ക് ഈട്ടി ചന്ദനത്തിന്റെ തൈകൾ കൊണ്ടുവരാം. ബുദ്ധിമുട്ടില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടുമില്ല. കൊണ്ടുവരാം. എവിടെ നിന്നാണ് സംഘടിപ്പിക്കണേ? ഞാൻ മറയൂരിൽ വനത്തിനകത്ത് ഒരു ഫോറസ്റ്റ് അറിയാം, ഞാൻ പൊക്കും. അതിനുമ്പ് ഫോറസ്റ്റുകാർ നിന്നെ പൊക്കും കേട്ടാ. ഈ മര്യാദക്ക് ഒരു ആളായിട്ടെങ്കിലും ഒരാൾ വേണമെന്നുള്ളതുകൊണ്ടാണ് നിന്നെ നിർത്തിക്കണത്. ഇതൊന്നും അടങ്ങി നിൽക്കൂ കേട്ടാ. തൈയൊക്കെ ഞങ്ങൾ തരാം, അത് നട്ടു തന്നാ മതി കേട്ടാ. എന്റെ അളിയ ഇവനിപ്പോ വെള്ളിയാഴ്ച മാത്രമേ ബുദ്ധിയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും പറയുന്ന മൊത്തം മണ്ടത്തരങ്ങളാണ്. അതെ, പിന്നെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിന്റെ പരിസരത്ത്, നിന്റെ വീട്ടിന്റെ പരിസരത്ത് ഒക്കെ ഉള്ള കുറേ ചെടികൾ അവിടെ ഉള്ളതിനൊക്കെ പിഴുതെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് പരിചയത്തിലുള്ളവരുടെ നിന്നൊക്കെ എടുക്കാം. അത് നമുക്ക് സംഘടിപ്പിക്കാം. മുതലാളിയുടെ പറമ്പിൽ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ കണ്ടായിരുന്നു. അവിടെ കുറച്ച് പുളി കുറെ തൈ കിടപ്പുണ്ട്. നമുക്ക് ഒരു കണക്കിന് നരായം പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ. നരായം പറഞ്ഞ കാര്യം നമുക്ക് ഈ പദ്ധതി പറ്റുമെങ്കിൽ ഒരു വർഷത്തേക്കൊന്ന് നീട്ടിയാൽ നല്ലതായിരിക്കും. ഒരു വർഷം നീട്ടിയാൽ നമുക്ക് പിരിക്കാം. പക്ഷെ അത് എങ്ങനെ നീട്ടി കൊണ്ടുപോകും? അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് വഴി? തൈകളൊപ്പിക്കണം, നടണം. അത് തന്നെ നട്ടിട്ട് നമ്മൾ തന്നെ ബാക്കി പോയി പറിച്ചു കളയണം. അതല്ലേ അളിയന്റെ ഉദ്ദേശം? നമ്മൾ പറിക്കാൻ പോയാൽ ഏതെങ്കിലും കണ്ടിട്ട് പിന്നെ അത് വലിയ പ്രശ്നമാകും. അതൊന്നുമല്ല, നമ്മൾ ഈ തൈ നടുന്നു, ഒപ്പം നമ്മളൊരു കുഞ്ഞ് ആട്ടുകുട്ടിയെ കൂടെ മേടിക്കണം. ആട്ടുകുട്ടി വളർത്താനല്ല, കൊല്ലാൻ. അതിനെ നമ്മൾ ചെടിയിൽ അങ്ങോട്ട് രാവിലെ അങ്ങ് അഴിച്ചു വിട്ടു കൊടുക്കണം. അതങ്ങനെയാണ്. ഒരു സൈഡിൽ നമ്മൾ നടുന്നു, അത് ഒരു സൈഡിൽ തിന്നുന്നു. അപ്പൊ ഈ പദ്ധതി കുറെ നമ്മൾ വീണ്ടും നടുന്നു, വീണ്ടും തിന്നുന്നു. അത് കൊള്ളാം. കൂട്ടത്തിൽ നമ്മുടെ ആടും വളരും. അതൊക്കെ ഒരു ഐഡിയ. അതുപോലെ ഐഡിയ അത് കൊള്ളാം. പ്രധാനമന്ത്രി ആവണ്ടേ? മറയൂരൊക്കെ പോയാലേ, വനത്തിലൊക്കെ പോയാൽ പ്രധാനമന്ത്രി ആവാൻ പറ്റൂല. അകത്ത് കിടക്കേണ്ടി വരും. അവിടെ പോയ കുറച്ച് സാധനം അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞ ചെടി തണൽ മരം. ഇത് തണല് മരം അല്ലേ? എങ്ങനെയുണ്ട്? എടാ ഇത് പശുവിനും കൂടി ഇട്ട് കൊടുക്കും. ഇത് പശുവിന് കൊടുക്കുന്ന പുല്ലാണ്. പുല്ലും പറഞ്ഞോളൂ. ഇത്രയ്ക്ക് ബോധമില്ല എന്റെ ഭർത്താവേ. ഒന്ന് കൊണ്ട് കളഞ്ഞത് പോയിട്ട് നല്ല നീ അവിടെ ഇട്. അപ്പുറത്തെ പശുവിന് കൊടുക്കാം. ഇതുപോലത്തെ ചെടികൾ. അല്ലെങ്കിൽ നീ പറിക്കണ്ട, നീ ഒന്ന് വെറുതെ ഇവിടെ നിന്നാലും മതി. ഞങ്ങൾ ചെയ്യണ കണ്ടുകൊണ്ട് നിന്നാലും മതി. അല്ലല്ലോ, നീ പോയി പറിച്ചിട്ട് ഇതുപോലത്തെ മരങ്ങൾ നോക്കി പറിച്ചു കൊണ്ടുപോക്കൂ. പറിച്ചോട്ട് വാ. എനിക്ക് മനസ്സിലായി. എടാ ഇത് അകത്താവണ സാധനമാണ്, അകത്താവണ ചെടി. നീ കൊണ്ട് കളയാൻ കൊണ്ട്. ഇവനൊക്കെ ആവശ്യമുള്ള ഒന്നും പറിക്കില്ല ഒരുത്തനും. ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെ വല്ല ഇതുപോലത്തെ എന്തെങ്കിലും എടുക്കുക. ഇതാണ് മരമാവുന്ന സാധനം. ഇതുപോലത്തെ എന്തെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ എടുക്കുക. ഇതൊന്നും വളർന്നു വരുമ്പോഴത്തേക്ക് ഇത് പറയാൻ പറ്റത്തില്ല ഇത് എന്തോ ആവുമെന്നുള്ളത്. ഇതിപ്പോൾ അങ്ങനെ ഒരുപാട് വളരുമെന്ന് നമുക്കും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ നട്ടു കഴിയുമ്പോൾ കുറേയൊക്കെ അങ്ങനെ തന്നെ കരിഞ്ഞങ്ങ് പോകും. പിന്നെ കുറച്ച് നമ്മൾ മറ്റേ ആട് തിന്നും. അപ്പോൾ പിന്നെ വീണ്ടും നമ്മളിത് കൊണ്ട് നടും. കൊതു വീണ്ടും നമ്മൾ കൊണ്ട് നടും. അപ്പോൾ സംഭവം ഇതിങ്ങനെ ഒരു പ്രക്രിയ ഒരു വർഷം വരെ നമുക്ക് ഈ ആഘോഷമാക്കി തന്നെ നടത്തിക്കൊണ്ട് പോവാം. ഞാനേ അത് മരമല്ലേ? അത് പപ്പായ അത് പോയല്ല. പപ്പായ പക്ഷെ തണലുള്ളതാണല്ലോ. പപ്പായ തണലുണ്ട്. എന്നാ പിന്നെ നീ അത് വെട്ടിയെടുത്ത് തോന്നിക്കണ പപ്പായ അത് വെട്ടിയെടു. അത് കൊള്ളാം, നല്ലതാണ്. അതാകുമ്പോൾ തണലും കിട്ടും, പപ്പായം തിന്നാൻ. പക്ഷേ അയ്യോ മൂടില്ലാതെ വെട്ടിയെടുത്തോണ്ട് വന്നാടാ മൂടാ. എന്തായാലും ഷോയ്ക്കല്ലേ, എന്തായാലും കരിയാനുള്ള സാധനമല്ലേ, നമുക്ക് വെക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവയ്ക്കുമ്പോൾ ആളുകൾ കാണൂലേ. ഏതാണ് ഇതെന്ത് സാധനം? ഇത് മരമാ അവിടെ?
ഇത് മരം ആവണാണോ? ഇത് മരം ഇത് മരം ഇത് എന്തോടെ ഇത്? എന്റെ ആളിയാ ഇത് ചൊറിയണം. അയ്യേ ചൊറിയണം പൊതിച്ചോണ്ട് വന്നിരിക്കുന്ന. അയ്യേ ഓ ചുമ്മാതല്ലേ ഞാനേ ഒന്നാമത് ഇവിടെ കൊതു അടിച്ചിട്ട് നിൽക്കാൻ പോയ എന്തുകൊണ്ട് നിനക്ക് ചൊറിയണം പോലും കണ്ട തിരിച്ചറിയാം. കാര്യം എടുത്തത് മതി. ഓ മനുഷ്യനെ എടേ എന്താ ഉപകാരം ചെയ്തില്ലേ, ഉപദ്രവം ചെയ്യാതിരുന്നോടാ നട്ടരാജ. തങ്കം തങ്കം എന്തോ ഇങ്ങോട്ട് വന്നേ. മണ്ണെണ്ണ ഞെടുത്തേടി. അല്ല വെളിച്ചെണ്ണ ഞെടുത്തേ. ചൊറിയെണ്ണ എടുത്ത് ദേഹത്ത് വെച്ച. എന്റെ ദൈവമേ, ചൊറിയണം. തിരിച്ചറിയാൻ പാടില്ല. എനിക്ക് ചൊറിയുന്നുണ്ട്. നിനക്ക് കഷ്ടമാണ്. ചൊറിയണം കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല ഇത്ര നാളായിട്ട്. എടി എടുത്ത് തന്ന് ഏത് ചെടി നോക്കെന്ന് പറഞ്ഞ അത് കയ്യിലോട്ട് ചൊറിഞ്ഞു ചാവൂന്ന്. എല്ലാരും ഉണ്ടല്ലോ. എന്താ കുറച്ച് ചെടിയായിട്ട് തോരൻ വല്ല വെക്കാൻ പോണ? അല്ലടാ അവിയൽ വെക്കാൻ പോണം. നിനക്ക് വേറെ ഒരു പണിയില്ലേടേ? എടാ എന്തിനടാ 10 ചെടി വെക്കുന്നതിൽ ഈ ഉടായ്പ കാണിക്കണം? നിനക്ക് ആൾക്കാർക്ക് ഉപയോഗപ്രദമായ 10 ചെടി നിനക്ക് വെച്ചുകൂടാ. എടാ ഒന്ന് കേറി പോടാ. മനുഷ്യവിടെ ചൊറിഞ്ഞോണ്ടി ചെടി വെക്കണോ വാഴ വെക്കണോ തെങ്ങ് വെക്കണോ ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. അല്ല നീ ഇതിലെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യേ. എന്ത് കഷ്ടം. നിനക്ക് വേറെ ഒരു പണിയില്ലടാ. ഞങ്ങൾ എന്തേലും ചെയ്തോട്ടെ. ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കൂലേ നീ? നിന്നെ ഞാൻ എന്താ ജീവിക്കാൻ സമ്മതിക്കാത്ത? എന്തുവാ ഇല്ല തങ്കം, പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി ചെടികൾ വെക്കുന്നത് ഓക്കെ. ഇതാണോ വെക്കുന്നത്? ഇതെന്തിനു കൊള്ളാം? എടേ ഞങ്ങളിത് എന്തെങ്കിലും ചെയ്തോളാം. നിനക്കൊരു ഉപദ്രവമില്ലല്ലോ. നിന്റെ വീട്ടിലോ നിന്റെ പറമ്പിലോ ഒന്നും അല്ലല്ലോ ഞങ്ങൾ വെക്കണത്. ഞങ്ങൾ റോഡിലല്ലേ വെക്കണത്. നീ റോഡ് എന്തിന്? ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ? അതിന് വേണ്ടിട്ടല്ലല്ലോ. ഞാനേ അങ്ങ നീ അതുകൊണ്ട് നീ പോ തിരിച്ച് വെള്ളം ചൂടാക്ക്. ചൊറിച്ചിലിന്റെ ക്രീം വേണോ ക്ലിറ്റസ് ചേട്ടാ? കുറച്ച് എടുത്തിട്ടെ ഒരു സ്പൂണിൽ എടുത്തിട്ട് നീ അവന്റെ അണ്ണാക്കിലോട്ട് വെച്ചോട്. അകത്തോട്ട് ചെല്ലട്ടെ. അവന് ഇത്തിരി ചൊറിച്ചിൽ കൂടുതലാ. നല്ല കാര്യം ചെയ്യാൻ പറയുന്നത്. അല്ല നമുക്ക് ആവശ്യത്തിന് ആയല്ല. നടരാന്റെ ചൊറിച്ചിൽ സഹിക്കണ്ടെങ്കിൽ ഇങ്ങോട്ടൊന്ന് ചൊറിഞ്ഞാടാ. മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയടാ. ഞങ്ങൾ എന്തായാലും ചെയ്തോളാം. അവനോട് സംസാരിക്കാൻ തങ്കോ ഓ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ പോലെ പോലെ ഒരു മിനിറ്റ്. അമ്മ ഒന്ന് അനുഗ്രഹിച്ചേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പരിപാടി ഇത് നന്നായി വരും. എത്ര മണിക്ക് ഉദ്ഘാടനം? ഉദ്ഘാടനം 11:30. അല്ലടാ ഈ 1001 തെയ്യം ഒരുമിച്ച് നടുകയാണോ? പിന്നെ അതല്ലേ അതിന്റെ ഒരു പ്രൗഢി. അതല്ലേ കാണുമ്പോ ഒരു കാഴ്ചക്കൊരു കൗതുകം ഉണ്ടാവുള്ളൂ. ഇതിപ്പോ എവിടെയാ നടാൻ ഉദ്ദേശിക്കണേ? ഇത് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ നിന്ന് നമ്മുടെ സ്റ്റേഡിയം വരെ റോഡിന്റെ സൈഡിൽ കൂടെ അങ്ങനെ പോവും. വരി വരി വരി. പിന്നെ ആവശ്യമുള്ള എടി ഒരു വശത്തല്ല 2 വശത്ത് നടുകയാണ്. അപ്പൊ അതിൽ വരും. അല്ലേ ഈ 1001 പേരൊക്കെ ഉണ്ടോ നിങ്ങളുടെ പാർട്ടി? ഇപ്പൊ തന്നെ ഈ ഒരു പരിപാടി നമ്മൾ അങ്ങോട്ട് അറിയിപ്പ് കൊടുത്തപ്പോ കുറെ നല്ല ചെറുപ്പക്കാര് വിവരവും വിദ്യാഭ്യാസമുള്ള കുറെ എണ്ണം വന്നിട്ടുണ്ട് പാർട്ടിയിലേക്ക് കേട്ടോ. അതൊരു വലിയ സമാധാനമായി. എടാ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധി ഉപയോഗിക്കണം. എങ്ങനെ അണികളെ ആകർഷിക്കാമെന്ന് നോക്കണം. നാടിന് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുമെന്ന് നോക്കണം. അപ്പോഴാണ് ആൾക്കാർ മണികളൊക്കെ ഉണ്ടാവും. സത്യം പറയാലോ, ഞാൻ പറയണോണ്ട് വേറെ ഒന്നും തോന്നരുത്. കല്യാണം കഴിഞ്ഞ് 13 വർഷമായി ഈ അമ്മാവനോട് പരിചയമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അമ്മാവനെ കൊണ്ട് എനിക്കൊരു നല്ല കാര്യം ഉണ്ടായത്. അതിന് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. ചെല്ല്. അതെ നിങ്ങൾ എപ്പോഴാ പറഞ്ഞേ? ഞങ്ങളൊന്നും വരുന്നില്ല. ഞങ്ങളെന്തിനാ വരുന്നത് അല്ലേ? അതെന്ത് ഈ എന്നെപ്പോലുള്ള നേതാക്കളുടെ കുടുംബക്കാർക്കൊക്കെ അവിടെ ഞാൻ പ്രത്യേക സ്ഥലം മാറ്റി ഇട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ വന്ന് ചെടി നട്ടാല് നാളെയുള്ള പിള്ളേർക്ക് അത് മാതൃകയാക്കാൻ പറ്റുമോ? ഞങ്ങൾ നിർത്തോടെ. നീ എന്ത് കളിക്കണം? ഇവളൊരു പൊട്ടയായിപ്പോയി. നമ്മളിപ്പോ ചെടി നടണം അല്ലേ? അമ്മാവ നിങ്ങൾ പറയണം, അമ്മാവൻ ചെടി നടണം, അമ്മാവൻ 2 വാക്കും പറയണം. അതിന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അതൊന്നും ഇല്ല ഉദ്ഘാടനത്തിൽ അമ്മാവന്റെ 2 വാക്ക് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അതെ പിന്നെ പിന്നെ നിങ്ങൾ വൈകിക്കരുത്. ഞങ്ങളൊരു 11:30 ആകുമ്പത്തേ പോരെ? 11:30 വന്നാൽ 11:30 ഉദ്ഘാടനം. 11 മണിക്ക് 11 മണിക്ക് അവിടെ എത്തിക്കോ. ഒരു ഓട്ടോറിക്ഷ കൂടെ വിട്ടാൽ മതി. അതിപ്പോ നോക്കട്ടെ, ഒന്ന് വിളിച്ചോണം എന്നെ. ആദ്യം ഫോണൊന്നും എടുക്കണം. വിളിച്ചാല് ഒരു പ്രാവശ്യം കിട്ടിയില്ലേ ഒന്നുകൂടെ വിളിച്ചോണം. ഒറ്റ പ്രാവശ്യം വിളിച്ചു എന്നുള്ള ചടങ്ങ്. അതിനെ ചാടി കളിക്കണ്ട. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ വണ്ടി വിളിച്ചങ്ങോട്ട് വന്നോളാം. ചായ കുടിച്ചിട്ട് പോ. ചായ ഉണ്ട്. ചായ ഞാൻ വൈദ്യരെ കണ്ടപ്പോ കഫം കിട്ടും. അതുകൊണ്ട് 2 ദിവസം കേട്ടോ. സന്തോഷം. എപ്പോഴും ഇങ്ങനെ സന്തോഷത്തിലാ പോണേ. എനിക്ക് അതാ ഒരു ടെൻഷൻ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും മാവാ. നീ പേടിക്കണ്ട, ഇതിലൊരു പ്രശ്നം ഉണ്ടാവില്ല.
ഇതിലെ ഉപദേഷ്ടാവ് ഞാനാ. അമ്മാവനോട് ഞാൻ കാര്യമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. ആ ഇതിനകത്ത് തമാശയില്ല. ഇല്ല പറഞ്ഞു. അമ്മാവന് ക്ലീറ്റോന്റെ പാർട്ടിയിൽ ചേരാൻ പാടില്ല ഉപദേശകനായിട്ട്? അത് വേണോടി, ഒരു കുടുംബത്തിൽ നിന്ന് 2 എണ്ണമൊക്കെ വേണോ? അപ്പൊ അവൻ എന്നെ ചുമക്കണത് പോരെ, ഞാനും അങ്ങനെ ആവണോ? ഈ വേറെന്തേലും പണി നോക്കിയ. അല്ല ഒന്നുമില്ല, ഒന്നുമില്ല. ആവണതൊക്കെ നല്ല തന്നെയാണ്. ആൾക്കാരൊക്കെ കുറെ കൂടുമെങ്കിൽ ഒരു നേതാവാവണോണ്ട് കുഴപ്പമൊന്നുമില്ല. നീ എന്തിരിക്കണേ, റെഡി ആവാനൊക്കെ നോക്ക്. ആ നീ സമയമുണ്ട്, നീ റെഡി ആയിക്കോ. എനിക്കൊരു ജുബല്ലേ ഉണ്ടോ? അമ്മാവാ ആ വാതിൽ നടച്ചേക്കോ പുറത്തെ. അമ്മ പൗഡർ എവിടെ? പൗഡർ സാധാരണ എവിടെ ഇരിക്കാറ്? എന്നോടാണ് ചോദിക്കുന്നത്. എത്ര നേരെ ഒരുങ്ങാൻ എപ്പോഴും പറയണേ ഫ്രണ്ടിൽ കൊണ്ട് പൗഡർ വയ്ക്കല്ലേ എന്ന് കാണാനും കാണൂല. അവിടെ ഇരിക്കണേന്ന് നിനക്ക് അറിയാലോ. മതി ഒരുങ്ങിയത്, കൊറേ നേരം നിന്നെ കുളിപ്പിച്ചു. ഒന്നും ചെയ്തില്ല, അതിന് പൗഡർ ഇട്ടോട്ടെ. എന്റെ പൊന്നോ, അവളെന്നിട്ട് കല്യാണത്തിന് പോണ പോലെയാ. അതെ പിന്നെ ഞാൻ അങ്ങനെ ചെടി നടന്നൊരു 3-4 ഫോട്ടോ വേണം കേട്ടോ. അപ്പൊ എന്തായാലും ക്ലീറ്റസിനെ പ്രസംഗിക്കാൻ വിളിക്കും. ഞാനപ്പൊ സ്റ്റേജിൽ കയറി നിന്നിട്ടുണ്ട്. യഥാർത്ഥ രാഷ്ട്രീയക്കാരുടെ ചുമതലകൾ എന്താ, അവരെന്തൊക്കെയാ ചെയ്യേണ്ടതിനെ കുറിച്ച് പറയും. എന്നിട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പദ്ധതിക്ക് തുടക്കട്ടത് ഞാനാണ്, എന്റെ ആശയാണ് ഇത് ഞാൻ പറയും. അത് വേണ്ട മാവാ, ആ ആശയം ക്ലീറ്റോന്റെ അന്നെ ആൾക്കാരറിഞ്ഞാ മതി. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. എടുത്തിട്ടുണ്ടോ? കാശൊക്കെ എന്തായാലും പോരെ. അയ്യോ ഒരു കൊട എടുക്കട്ടെ കേട്ടോ, നല്ല വെയിലായിരിക്കും. വെയില് മാത്രല്ല, ഇപ്പൊ എപ്പോഴാ മഴ പെയ്യാന്ന് പറയാൻ പറ്റും. ഇറങ്ങ. അയ്യോ താക്കോല്. ഈ പെണ്ണിന്റെ ഒരു കാര്യം എടുക്കട്ടെ, എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ. വെക്കണ സ്ഥലം ഒന്നും അറിയില്ല എവിടെയെന്ന്. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് വെക്കാം. ആ കിട്ടിയാ? അതെ വണ്ടി വന്നോ? വണ്ടി വിളിച്ചോ? വണ്ടി പുറത്ത് വന്നിട്ടുണ്ട്, അതോട്ടല്ലേ വേഗം വരാൻ പറഞ്ഞു. വണ്ടി അവിടെ എന്താ നീ കാണിക്കുന്നത്? എന്താ എന്തേ കഴിഞ്ഞോ? 11:30 ആവാൻ പോണു. എല്ലാം കുളമാക്കി അമ്മാവ. ഇപ്രാവശ്യം എന്താ ക്ലീറ്റോ പറ്റിയത്? അമ്മാവ, ഉദ്ഘാടനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ റെഡിയാക്കി വെച്ചിരുന്നതാ. അപ്പൊ നമുക്ക് ഈ പ്രസംഗിക്കാൻ ഒരു പന്തല് വേണമല്ലോ. അത് ഞാൻ ആ പൊട്ട നടരാജന്റെ അടുത്ത ഏർപ്പാട് ചെയ്തിരുന്നത്. അവനെ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. അവരെന്താ ചെയ്ത്? അമ്മാവ, അലവലാതി എന്തോ ചെയ്തെന്നറിയാമോ? ഈ പന്തല് കെട്ടാൻ വേണ്ടി റോഡ് സൈഡിൽ നിന്ന് 4 തണൽ മരങ്ങളെ വെട്ടിമുറിച്ച് നാട്ടുകാരെല്ലാം കൂടെ അവന്മാരെ എടുത്തിട്ട് ചളുക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഓടിഞ്ഞു പോന്നു. നിങ്ങളാണ് യഥാർത്ഥ പ്രകൃതി സ്നേഹികൾ. കൊടുക, ഇങ്ങനെയേ നിങ്ങൾ ചെയ്യാവൂ. Versus Alien.